വെൽക്കം ബാക്ക് ടു തമാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. വെച്ചാൽ ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്താണ് പ്രാങ്ക് ചലഞ്ച് ട്രൂത്ത് ഓർ ഡയറി. അതാ വലിയ സംഭവം. ട്രൂത്ത് ഓർ ഡയറി അപ്പോൾ അത് കൊണ്ടുവരാനാണ് നമ്മളെ കുറേ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എപ്പിസോഡാണ്, ട്രൂത്ത് ഓർ ഡയറിയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രൂത്ത് ഓർ ഡയറി സമ്മതിയുടെ റെഡി ആയിട്ടുണ്ട്. പണിയറാൻ വേണ്ടിയിട്ട് ഇയാൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ആരെടുക്കും? ഞാനാ അവന്റെ ഇല്ല. നല്ല അത്തിക്കുത്തിത്തലവമ്പത്തല്ലേ കുത്തുകടി കുത്ത് ജീപ്പ് വെള്ളം താര വെള്ളം താര മക്കളെ കയ്യിലൊരു ബാങ്ക്. ഇവനെ ഇതിലെ വെച്ചിട്ടുണ്ടോ? അടിയാളെ വെച്ചിട്ടുണ്ടോ? നിന്നോട് ചോദിക്കാൻ പറ്റിയ സംഭവം തോന്നിട്ട് ഇപ്പൊ എന്താ ചോദിക്കുക? ഞാൻ ചോദിക്കാം. ചോദിക്കാടേക്ക് ചോദിക്കട്ടാ? സത്യം മാത്രമേ അയാൾ ഉറപ്പല്ലേ? സത്യം വേണം. നീ എക്സാമിന് കോപ്പി അടിച്ചോ? ചിന്തിച്ചിട്ട് പറയാം. കോപ്പി അടിച്ചിട്ടുണ്ടോ? സത്യം പറയാം. ട്രൂത്ത് അതിനെ എഴുതി പറയാ. സത്യം മാത്രം പറഞ്ഞ ട്രൂത്ത് എഴുതിയേ. ട്രൂത്ത് വരാ വിശ്വസിക്കല്ലേ? അപ്പൊ നമ്മളെ ഇവരുടെ ടാസ്ക് വിശ്വസിച്ചേ. വിശ്വസിച്ചു. അപ്പൊ ഇനി അടുത്ത അത്തിക്കുത്തി അങ്ങനത്തെ പോയിക്കൂടെ? ലാസ്റ്റ് ചെറുതിന് വെച്ചിലേക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ടാ? കണ്ണൂട്ടെ എടുക്കുന്നുണ്ടാ? എടുക്കുന്നുണ്ടാ? ഡയറി കിട്ടണേ. ഐഡന്റിഫൈ ബൈ ടച്ച്. അടിപൊളി. ഐഡന്റിഫൈ വെച്ചെന്ന് വെച്ചാൽ കുറച്ച് സാധനം വെച്ചാലും അല്ലല്ല കണ്ണ് കൂട്ടും, എന്നിട്ട് ഏതാ സാധനം അറിയും തിരിച്ചറിയും. അടിപൊളി പണിയാണ്. ഓക്കെ നമ്മൾ ഐറ്റംസ് എടുക്കാം. ഓനാട് കേട്ടുവാ. കമോൺ. എങ്ങനെ അവിടെ നീ പേടിക്കണ്ട, എല്ലാം റെഡിയാണ്. ഈ ടാസ്കില് ജയിച്ചാ മതി. അപ്പൊ നമ്മുടെ സാധനം റെഡി ഉണ്ട്. നമുക്ക് തന്നെ ഐസ് ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് പോയി. അല്ല കുറച്ച് ഊരിപ്പോ. ഇനിയിപ്പോ കള്ളക്കലച്ച് വേണം. ഊരിപ്പോ ഏകദേശം ആയിട്ട് നമ്മൾ ടാസ്കിലേക്ക് എടുക്കാം. ഓക്കെ. ഇല്ല അരട്ടെ അപ്പൊ അവിടെ ഇരുന്നോ?
നമ്മുടെ ഇത്രയും സാധനങ്ങളില്ലേ കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കാം. അവിടെ വെയിറ്റ് ആക്ക്, ജസ്റ്റ് നല്ല പൊട്ടിയിട്ടുണ്ട്. സമ്മതിച്ചല്ല, 10ൽ 8 ശരിയാവാനാ പറഞ്ഞത്. 10 വ്യത്യാസമാണ് പറയേണ്ടത്. ഞാൻ 7 പറഞ്ഞു. വലിയ ദുരന്തം, വലിയ പരാജയമാണ്. ഒറ്റൊന്നിന്റെ വ്യത്യാസമേ ഇല്ലൂ. അപ്പൊ എന്താ അടുത്ത മറന്നുപോയാ മോനെ, മറന്നുപോയാ എന്നാ എന്നാ ഇതിനകത്ത് പുസ്തകം നമുക്കൊരു സിമ്പിളാണ്. സിമ്പിൾ കണ്ടുപിടിച്ചോ. അല്ല കണ്ടുപിടിക്കാൻ കേട്ടോ കേട്ടോ. ഡയറാവാൻ സാധ്യത. ഇവരുടെ മുക്കിൽ സത്യം മനസ്സിലില്ല. നമുക്കിത് നോക്കാം. സത്യം പറയാതിരിക്കും. നമുക്ക് ഇപ്പോ ഹിസ്റ്ററി എന്താ വേഗോ മുഫ്ലി ഇതുവരെ പൈസ കത്തിനോ? സത്യം മാത്രം പറഞ്ഞാൽ മതി. സത്യം മാത്രം എന്റെ കീശിന്ന് പൈസ കടക്കുമ്പോ എന്തെങ്കിലും പറയണം. സത്യം മാത്രം. സത്യം വന്നിട്ടില്ല, കഴിഞ്ഞ ആവശ്യം വന്നിട്ടില്ല. സത്യം മതി, സത്യം മതി. ഇതുവരെ ചീത്തപ്പണി നോക്കി അപ്പൊ നമുക്ക് വിശ്വസിക്കണം. പോയിട്ട് നമുക്ക് വിശ്വസിച്ച അപ്പൊ ഇത് രസമുണ്ടായില്ല. ചോദ്യം രസമുണ്ടായിട്ടില്ല. നമ്മ ചെറുത്ത് തരും. പിന്നെ നിലവാരത്തിലുള്ള ഇനി ഇങ്ങനെ പറഞ്ഞു. ഇനി ഇങ്ങനെ അത്ര കണ്ണും കൂട്ടി വെക്കും. പക്ഷെ എന്നാലും നിലവാരമില്ലാത്ത പ്രശ്നം അതിനി വരും. ഇനി മേലെ ലാഭവും ട്രൂത്തോട്ടല്ല എന്തായാലും കണക്കിന് ഒന്നെടുക്കും. അടുത്താ ട്രൂത്ത് ഇത് കയ്യിലെ ട്രൂത്ത് തന്നെയല്ലേ ക്യാമറ അല്ലേ? സത്യമാണ് ട്രൂത്ത് ഉറപ്പല്ലേ? നിനക്ക് ഗേൾഫ്രണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അഫിട ബ്ലൈൻഡിനെ പോലെ എടുക്കുന്നുണ്ട്. എത്രയോ സമയം പാവം നിൽക്കുന്നു. ഇവിടെ വിളിക്കും അപ്പൊ ഇങ്ങോട്ടൊന്നും ഇതുണ്ട്. ഇവിടെ ഇവിടെ കൊറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല, ഉറപ്പല്ലേ? ഇവിടെ കൊറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മെല്ലെ മെല്ലെ കൈങ്ങനെ വെച്ച് എന്താണ് എത്തണമെന്നല്ല, കഴിഞ്ഞത് പറയാം. നോക്കാം. ഒരു 23 സാധനം 10 ഉണ്ട്. അതില് ഇപ്പൊ അയ്യടാ 8 പറ. ബാക്കി നമ്മ വിട്ട് തന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. കൈ വെച്ചോ ഇതെന്താന്ന് പറയണോ? എന്താന്നും പറയണോ? പിന്നെ വെറുതെ നോക്കിക്കല. കിട്ടി. കോൺഫ്ലെക്സ് ഒന്ന് പോയാട്ടാണ് നീ പറയല്ല. ഇതല്ലേ ഇത് കുഞ്ഞുമോന്റെ പൗഡർ.
എന്നോട് കളിക്കണ്ടേ ഇതും തരും. എന്ത് സാധനം എന്തല്ലോ ഞങ്ങൾക്ക് മുൻപ് എന്തെല്ലോ മണപ്പിക്കാൻ പറ്റിയത് ഇല്ല ടച്ചിങ് ഐഡന്റിഫൈ ബൈ ടച്ചിങ് ഇതാണ് കിട്ടുക. ഓ നമ്മളെ തോക്ക് തോക്കാ? എന്നാ പാട്ടേത് ലൈറ്റർ അടുത്തത് കൊടുത്ത് വിടടി. ഇത് നല്ല പരിച്ചുണ്ട്. ടച്ചുണ്ടാവും. ഇത് ജീരകം. ഓക്കെ എന്ത് ജീരകം വേണോ? അതൊന്നും പറയില്ല. ഓക്കെ കൊടുത്തിട്ടാ ഇല്ലില്ല ഈ സാധനം ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഇതാടിക്കട്ട് ഇത് ഇതല്ലേ എടുക്ക. തൊട്ടുണ്ട്. ആ ഇത് ഇതിന്റെ പേര് ഫോയിൽ പേപ്പർ അല്ല ഫോയിൽ പേപ്പർ അറിയും. ആ ബട്ടർ പേപ്പർ. ശരിയല്ല ശരിയല്ല. ഇത് തൊട്ടി ഇതെങ്ങനെ നോക്കാം ലാസ്റ്റ് പറയും. ഇത് മരുന്ന് എന്ത് വരുന്നത്? ഇത് കുടിക്കുന്നതായിരുന്നു. ഇതിന്റെ എടുക്കട്ടെ. ലിപ്സ്റ്റിക് ആണോ അല്ലേ? അതൊന്ന് തോന്നുന്നു പറയാൻ ശരി. എന്ത് ഇത് ഉറപ്പാണെങ്കിൽ പറ. ഉറപ്പാണെങ്കിൽ പറയണ്ടേ ഇവിടെ തെറ്റിപ്പോയിട്ട് വെറുതെ പണിയാണ്. മണപ്പിക്കാൻ പറ്റില്ല. ടച്ചിങ് വെച്ചാ ടച്ചിങ് വെച്ചാൽ ടച്ചിങ് ടച്ചിങ് തെറ്റിട്ട് ലിപ്സ്റ്റിക് ആണ്. കൊടുത്തു കൊടുത്തു കഴിഞ്ഞാ ഇല്ല ഇല്ല. ഇത് പൈസ എത്ര രൂപ? ഇതിപ്പോ കണക്കൂട്ടിയാല് അതെല്ലാം പറയണോ? മാം ഇത് എത്രയാന്ന് പറഞ്ഞെ? ഇതാ ഇത് 1,00,000 രൂപ മതിയോ? കൂടി പോയി. പറയും 10 റുപ്യാണോ 50 റുപ്യാണോ? ഇത് 50 റുപ്യ. അടുത്തത് ശരിയാ? അതൊന്നും ഇപ്പൊ പറയില്ല. അടുത്തത് ഇത്രയിലും ഇല്ലില്ല. ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചില്ല. ആരോട്ടനയിലും കിട്ടോ നോക്കേ. ഇപ്പോ കിട്ടും. ഇത് കുറച്ച് ക്രഞ്ച് നമ്മൾ വേപ്പർ ഇത് കട്ട സാധനം മർദ്ദിക്കാൻ പറ്റില്ല. ടച്ചതിന് പറ. നിനക്ക് പരിചയ സംഭവം കാണുമ്പോ അടുക്കെടുക്കേ. ആയാ സമയായി. ഉപ്മാവ്. ഉപ്മാവാ? ഉപ്മാവാ ഉപ്മാവല്ല മറ്റേത്. ഉപ്മാവാ അങ്ങനത്തെ പറയണേ ഉപ്മാവ് തന്നെ. ഉപ്മാവന്നെ ഉപ്മാവന്നെ ഉപ്മാവാ? ഉപ്മാവ് ഉപ്പുമാവ്. അടിപൊളിയാ. ഉപ്പുമാവല്ല മറ്റേ. ഓക്കെ ഓക്കെ ആയി. ഇത് മണപ്പിക്കാൻ പറ്റില്ല. എടിയോ തൊട്ടവരുണ്ട് കടുവത്തെ സാധനം. ചായപ്പൊടി. ഫുള്ളിന്റെ സാധനം തൊട്ട് അറിഞ്ഞിട്ടുണ്ട്. ശരിയാണ്. എല്ലാം ശരിയാ. നമുക്ക് നോക്കാം. ചെക്ക് ചെയ്യാം. അതില്ല നീ ജയിക്കണ്ട. നമ്മ എല്ലാം ജയിച്ചിരുന്നു. ഓക്കെ ഇതൊന്ന് സെറ്റ് ആക്കട്ടെ. എത്ര ശരി? ഇല്ല ഇല്ല ഓക്കെ കേക്കട്ടെ. നമ്മളിങ്ങനെ ജയിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ
ഫുള്ള് ശരിയാ പറഞ്ഞതേ. പറഞ്ഞുതരാം. കോൺഫ്ലെക്സ് നീ പറഞ്ഞത്, ലൈറ്റർ, ലിപ്സ്റ്റിക്, ജീരകം, ഇതെന്താണ് ചായ, ഇതാണ് ചായപ്പൊടി, ഇതാണ് ചായപ്പൊടി. ഇതാണ് ഇതെന്താ സാധനം? ഇതെന്നോട് ഇത്തിരി ചായപ്പൊടി ഉണ്ടാവും. ആ ചായപ്പൊടി അവിടെ തെറ്റിയേ, വളരെ മോശം. അടുത്തത് നമുക്ക് ഇത് ഉലുവാന്ന് പറയും നമ്മുടെ നാട്ടില്. ഉപ്പ് ഉപ്പ് അതെ ഉലുവ കണ്ടുപിടുത്തം. ഇത് ഉലുവയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ്. 50 റുപ്യന്നല്ല 10 റുപ്യാണ്. 50 ഇതോ ഫോയിൽ. അപ്പൊ എത്ര ശരിയാണ്? പിന്നെ ശരിയാണ്. ഇത് 1 2 3 മൂന്നെണ്ണം പറഞ്ഞിട്ടില്ല. പറഞ്ഞു. അപ്പൊ ഞാൻ ടാസ്ക് ജയിച്ചിട്ടുണ്ട്. ജയിച്ചിരുന്നില്ല. 3 2 നമ്മൾ വീട്ടിൽ 8 10 8 പറഞ്ഞിട്ടില്ല. 8 പറഞ്ഞത് ശരിക്കും ഉപ്മാവ് രാവിലെ കഴിക്കുന്ന ഉപ്മാവ് എന്താ വേണ്ടി. അപ്പോ 10 8 വേണ്ടത് ജയിക്കാൻ വേണ്ടിട്ട്. 3 കിട്ടിയില്ല. അപ്പൊ 7 കിട്ടിയിട്ടില്ല. ഇല്ല ഒന്നും കിട്ടുന്നില്ല. ഈയിടെ പിന്നെ അപ്പോ ടാസ്കിൽ പരാജയപ്പെട്ടു. അപ്പൊ തോറ്റില്ല മതി അല്ലേ? ഇപ്പൊ നെക്സ്റ്റ് ഞാൻ പറയും പേടിയുന്നില്ല. ആരെയും വിളിക്കടേ. ഒന്നുമില്ല. പിന്നെ ഒറ്റ എടുക്കാട്ടില്ല, കാണാണ്ട് എടുക്കണേ, നോക്കി എടുക്കാൻ പറ്റില്ല. ഒന്നേ എടുക്കാൻ പറ്റില്ല. മതി 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 മതി. കണ്ണുകൂടി അല്ലെങ്കിൽ എന്നെ മനസ്സിലാവൂടാ. ഇല്ല ഉറപ്പന്നെയാ. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് ചോദിക്കും. എന്തായാലും വിശ്വസിക്കണ ഓക്കെ മുഫ്ലി എടുക്കൂലേ? എനിക്ക് ഓർമ്മ ഒരു 35 ഫസ്റ്റ് 5 ചെയ്ത് കാണിക്കേ. 15 പുഷപ്സ് ആണ്. കയ്യില് അടിക്കേ. അതില്ലേ മാബല്ലേ ഇല്ലേ നോക്കണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 വിചാരിച്ചത്രങ്ങാട്ടി കൂടുതൽ പോയിന് കേട്ടോ. 7 8 9 അപ്പൊ മൊബിലിതാ ഇത് നമ്മൾ ഈ പുഷപ്സിന് തോറ്റിട്ടുണ്ട്. ഇതാ ആവുന്നില്ല മൊബിലി തോറ്റി ഇല്ല ആവുന്നില്ല തോറ്റി. കണ്ണൂട്ട് ഇതിലാണ് എന്റെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. മലയാളം പറയുക. ഇൻട്രൊഡക്ഷൻ ഇനി 60 സെക്കൻഡ്. ഏതാ പറയുന്നോ ഫുള്ള് മലയാളം പറയൂ. ഒരു മിനിറ്റ് വിട്ടുവെച്ചില്ലേ. ഇൻട്രൊഡക്ഷൻ നിന്റെ പേര് മുതൽ നീടെ പഠിക്കുന്നു. ഫുള്ള് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഒന്നും പോയി നിൽക്കാൻ പറ്റില്ല. 60 സെക്കൻഡ് ടൈം. അപ്പൊ റെഡി? ഇല്ല റെഡി 1 2 3 സ്റ്റാർട്ട്. എന്റെ പേര് അബ്ദുൽ മഹ്ഫൂദ്. ഞാൻ പഠിക്കുന്നത് 10 Q. ഇംഗ്ലീഷാണ്. അതൊന്നും എന്ത് ക്യൂ നമ്പർ അപ്പോ ഞാൻ പഠിക്കുന്നത് 10 Q. എന്റെ സ്കൂളിന്റെ പേര്
അപ്പൊ അതും പരാജയം. രണ്ടാമത്തെ പരാജയം ഞാൻ ഇതെല്ലാം വിട്ടുകൊടുക്കുന്നതാണ്. അവർക്കറിയാം. ഞാൻ ഗോളേ അടിച്ചിട്ടു പൊത്തേക്ക് അടിച്ചു മറ്റേ 7 ഉണ്ടാക്കാൻ നോക്കി പൊട്ടി. അപ്പൊ അതൊന്നും ട്രൂത്തായിട്ട് കൂട്ടുകയും ചെയ്യില്ല. അത് നീ എത്ര ഗോൾ അടിച്ചു ഗോൾ അടിച്ചു ഞാൻ ഗോൾ അടിച്ചു സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് വിശ്വസിച്ചു കളിയാതെ സത്യമല്ല ഞാൻ ഗോൾ അടിച്ചു 2 ഗോൾ അടിച്ചു. ഈ കഴിഞ്ഞ മണ്ണാട്ട് 2 ഗോൾ അടിച്ചു. അപ്പൊ കളിക്കാരനോ കണ്ണുകൂട്ടിയെടുക്ക് ഇവനാര് ഒലിയ കണ്ണോട്ടിലെടുത്ത ഡയറനെ എടുത്തു. അതോ അങ്ങയില്ല എന്താ മുകളിലില്ലാത്ത സംഭവം അതൊന്നും മറ്റു കാര്യമില്ല. ടാസ്ക് ചെയ്യണം. വലിയ അപ്പൊ നമുക്ക് മുസ്ലിന്റെ ഡാൻസിലേക്ക് കിടക്കാം. ഡാൻസ് ഞാൻ എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞ തെറ്റൂല. എന്ത് ഹാർലി ഡേവിഡ്സൺ ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഓടിച്ചു പോകും. പിന്നെ അതായത് ഇപ്പൊ നമ്മ പേടിപ്പോയി. മുഫ്ലിന്റെ കാര്യം പറഞ്ഞ മുഫ്ലി പീടി പോയിട്ട് ഉമ്മ പറഞ്ഞ് ഉമ്മ 50 റുപ്യ എന്റെ പറഞ്ഞ് നീ ഈ സാധനത്തിന് മൊത്തം ഇത് വാങ്ങണം. എന്റെ മുഫ്ലി എന്ത് 48 റുപ്യക്ക് സാധനം വാങ്ങിട്ട് ബാക്കി 2 റുപ്യ വീശിട്ട് എന്റെ ഉമ്മാട് പറയുന്നത് ഉമ്മ 50 റുപ്യക്ക് മൊത്തം വാങ്ങി. അങ്ങനെ എപ്പോഴും ചെയ്തു 2 റുപ്യ കൊണ്ടില്ല. ഞാനൊരു ഇത് പറഞ്ഞ ചിലപ്പോ 10 റുപ്യ ചിലപ്പോ 100 റുപ്യ അങ്ങനെ എന്റെ അറിവില് അപ്പൊ എന്റെ അറിവില് അതില്ല. ഇപ്പൊ എന്റെ അറിയില്ല ചിലപ്പോ ഒന്നും വിട്ടാൻ പറ്റില്ല. അന്റെ തെറ്റില്ല. ആർക്ക് ഞാൻ സത്യം പോലെ തന്നെ പറഞ്ഞു. അതിന് എവിഡൻസ് ഉണ്ടോ? അതിന് തപ്പിക്കല മോശം പരിപാടിയാണ്. ഈ മറ്റേ ഇത് ടാസ്ക് എടുത്തിട്ടോ അല്ല. എന്നാൽ ഞാൻ പുതിയ നിയമം പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനോട് പേടിയില്ല. അപ്പൊ മുഫ്ലിക്ക് കിട്ടിയിട്ടുള്ളത് 15 പുഷപ്സ്. 4 കണ്ടത് ഭയങ്കര ഇല്ലാണ്. 5 പുഷപ്പ് വരെ എടുക്കയില്ലേ. അപ്പൊ എന്താ ഞാൻ എടുത്തോളൂ. സ്ഥലം അപ്പൊ നമുക്ക് മുഫ്ലി എങ്ങനെ പുഷ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പിന്നീട് അതൊന്നും മറ്റേ കാര്യമില്ല. അപ്പൊ മുഫ്ലി ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞ ഇത് നമുക്ക് വല്ലാണ്ട് അംഗീകരിച്ചു. ഞാൻ വെച്ച് മുഫ്ലി നല്ലോണം ഡാൻസ് കളിക്കും. നമ്മളെ പണ്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ് കളിക്കുമ്പോൾ ഫസ്റ്റ് ഇട്ടില്ല മുഫ്ലി. കണ്ണൂട്ടിലെടുത്തോളേ. കണ്ണൂട്ടിട്ട്
ഇത് മാറ്റാൻ പറ്റില്ല. ഇതിന്ന് ഫിൽ വാട്ടർ ഇതാണല്ലേ ഇത് ഫിൽ വാട്ടർ ഇതിനകത്ത് ABCD മാത്രമല്ല എല്ലാ അക്ഷരവും പറയണം. ABCD മിനിമം 11 അക്ഷരമെങ്കിലും പറയണം. 15. ഇതും വേണ്ടാന്നല്ലേ. ലാസ്റ്റ് എന്ന് വെച്ചാല് ബാളോ 15 അക്ഷരം അതെ 15 അക്ഷരം പറയണം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇങ്ങോട്ട് ഇങ്ങനെ പേടിയില്ലേ അങ്ങനെ പറയില്ല. എല്ലാത്തിനും കിട്ടും. സമാധാനിക്കും. നല്ല രസമുള്ള ഗെയിമാണ്. ഫെയിൽ ആയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂം ഇങ്ങനെ ഇതല്ലേ നമുക്ക് ഇതിനെ കൊടുത്തെടുക്കാൻ കഴിയും. 8 പുഷപ്പ് പോലും ഈ സമയം ഇങ്ങനത്തെ ഈ കോസ്റ്റ്യൂമിനായിരുന്നു അത്ര ചെയ്യും. 8 കുറവാണ്. കുറച്ച് രീതികൾ ഈ സമയം ചെയ്യാൻ കഴിയില്ല. പുഷപ്പ് എടുക്കണം. തോക്കുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെ പറയില്ലേ നമുക്ക് കഴിയുന്നില്ല നമുക്ക് അങ്ങനെയാണ് കാല് കഴിഞ്ഞത് അങ്ങനെയല്ല പറയില്ലേ. അന്ന് ഇതിനു മുമ്പേ പറയണോ ഗെയിമില് തോറ്റിട്ടുണ്ട്. അപ്പൊ നീ എനിക്ക് ട്രൂത്തിന്റെ എന്ത് വീട്ടിൽ കള്ളക്കുട്ടാപ്പി ഞാൻ പറഞ്ഞ കളമാർക്കേ കിട്ടൂലോ. ഇവനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം ഞാൻ കണ്ടുപിടിച്ചു. ചോദിക്കട്ടാ, എപ്പെങ്കിലും ഉമ്മ ഫുഡാക്കിനകത്ത് നോക്കി നീ കട്ട് തന്നിട്ടില്ല? സത്യം പറയാം, ട്രൂത്ത് കട്ട് തോന്നിട്ടില്ല. ഉമ്മാനോട് ചോദിച്ചിട്ട് ഉമ്മ എടുത്തോട്ടെ വിശ്വസിക്കാൻ കഴിയില്ല. സത്യം പറയാം, സത്യം പറയാം. വിശ്വസിക്കുന്ന പടല സത്യം പറയൂ. ഉമ്മ എന്തായാലും ഇങ്ങനെ പറയൂ. നീ അവൾക്ക് പറയും നീ പ്രശ്നങ്ങളോ വിശ്വസിച്ച് അപ്പൊ അത്ര തരാം. ബാക്കിലേ ഒക്കെ സാധനം വെച്ചത് എന്തുണ്ടെങ്കിലും ബാക്കിലെ പറ്റി ഫുള്ള് സ്റ്റോർ റൂമിലാണ്. അപ്പൊ അടുത്തത് എന്റെ ഊഴം ഊഹാണ്. അപ്പൊ ഇതിന്റെ ക്ഷീണം ഭയങ്കര ഇങ്ങനത്തെ എനിക്ക് പറയാൻ എടുക്കുന്നുണ്ട്. കണ്ണു കൂട്ടിക്കാക്ക സ്വസ്ഥം കിട്ടുന്നില്ലല്ലോ. ഇത് ശരിക്കും സത്യം മാത്രം ക്വസ്റ്റ്യനാണ് തോന്നുന്നത്. ഗോളാ ഗോളാ മുട്ടി നിൽക്കണം, ആവശ്യം മുട്ടിയിരിക്കണം. അപ്പൊ ഇതാ ഗ്ലാസ് വെള്ളം കളി ടാസ്ക് ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്, ഞങ്ങൾ പരീക്ഷ ചെയ്തത്. പിന്നെ അപ്പൊ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ABCD വായിൽ വെച്ചിട്ടല്ല, ഇങ്ങനെ വായിൽ ഇങ്ങനെ വള്ളം ഇങ്ങനെയല്ല വള്ളം പറയാൻ പറ്റില്ല. 15 അക്ഷരം പിന്നെ 10 അക്ഷരം 10 ലെറ്റർ 5 കൂടുതലാണ്.
അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി? അല്ല ടൈം വേണം. അല്ല അങ്ങനല്ല മുസ്ലിം ടൈം വേണം. ടൈം വേണം. അപ്പൊ ഞാന് 20 സെക്കൻഡ് 20 സെക്കൻഡിൽ 10 അക്ഷരം ടൈം ഉണ്ട്. ടൈം ഉണ്ട്. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ്. കളി മനസ്സില്ല ബാലിംഗ് വെച്ചിട്ട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാം ഓക്കെ അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുടിച്ചേക്കല്ലേ? കുടിക്കാൻ പറ്റില്ല. അത് ശരി. മൊത്തം കുടിച്ച് പാലല്ലേ? എഴുതാക്കാൻ പറ്റില്ലേ? മനസ്സിലാക്കാൻ അപ്പൊ ടാസ്ക് മുമ്പിൽ തോന്നില്ല. ഇത് കഴിഞ്ഞില്ല. അതിന്റെ 2 അക്ഷരയിലും ബാക്കി. ഇതേട്ട കളിയാ. വെള്ളം കുടിച്ച പൊരികൾ ഇറക്കി പിന്നെയും കുടിച്ച്. ഇതെന്താണ് ടാസ്ക് തരുമ്പോ ഒരു ടാസ്ക് തന്നെ ചെയ്യണം. മാക്സിമം നോക്കി കുറച്ച്. അപ്പൊ നമ്മ ഇത് പാസ്സാക്കുന്നുണ്ട്. ഒന്നും വിചാരിച്ചിട്ടില്ല മുസ്ലിം ഇന്നത്തെ ഈ വിഷമം കണ്ട മൂടടിക്കാന്ന്. അപ്പൊ മാമിന്റെ വേമ്പ കൊണ്ടുവച്ചിട്ട് വാ. അപ്പൊ അടുത്തതാരാ? അല്ല എന്താ ഫ്രീ ഡാൻസ് കളിക്കുന്നില്ല? മുഫ്രി ഓവറാക്കല്ലേ? ടാസ്ക് ആണേ. അതെന്ത് ഡാൻസാ? ഇങ്ങനെ വിടുത്ത് കളി അത് വണ്ടി കാര്യമില്ല. വേ മുഫ്ലി ഓവറാക്കല്ലേ? പണിഷ്മെന്റ് മതിയാ? പിന്നെ കാണാട്ടാ. പിന്നെ കാണാം. ഇതിനോട് എന്താണ് ചോദിക്കണേ? ശരിക്കും അത് തെറ്റിക്കാൻ പറ്റില്ല. കള്ളമാർക്കേ കിട്ടിയിട്ടുണ്ട്. എത്രാമത്തെ പറച്ചിലേത് ഒന്ന് കിട്ടിയായിരുന്നു. ഇതാണ് എന്റെ ഭാഷ. അപ്പൊ അതിന്റെ നല്ല ചൂട് ടീ ഞാൻ നോക്കിയത് നോക്കൂല. നോക്കണില്ല. നമുക്ക് കോഫി കൊണ്ടിരുന്ന ഇഷ്ടമല്ല. ഷെയ്ക്ക് നല്ല ചായ ഇഷ്ടമില്ല. അപ്പൊ അറ്റാരം അല്ല ഇതിലിട്. അപ്പൊ അറ്റാരം ഞാനല്ലേ കണ്ടുപിടിക്കാൻ ഒന്ന് മാത്രമേ. നമ്മുടെ ട്രൂത്തും ഡ്രാഗൺ കിടക്കുന്നുണ്ട്. ഇത്രയില്ല. 1 2 3 4 5 6 6 അത് കുറച്ചായിരിക്കും. എന്റെ ഐഡിയ.
പറ ഞാൻ ചോദിക്കാം. ചോദിച്ച പറ മക്കളെ. മുഫ്കക്കില്ലാത്ത സാധനം. ബുദ്ധി ബുദ്ധി പറ. ഇക്കാക്ക എന്റെ തീയ നീ കുടിക്കുന്നിപ്പോ. മോഹിച്ചിട്ട് കാര്യമില്ല. എന്താ പറയാ, ഇക്കാക്ക എപ്പെങ്കിലും ഒരാഴ്ച ജിമ്മിൽ പോയിട്ട് You are so good. ഒരാഴ്ച ജിമ്മിൽ പോയിരുന്ന ജിമ്മിൽ പോയി. ജിമ്മിൽ പോയി. ചില സാങ്കേതിക തകരാറ് കാരണം കാലാവസ്ഥ കാരണം പോയി. എത്ര ഒരു മാസം പോയി. പിന്നെ പോയി 2 ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. കൈ കുറച്ചിട്ട് നാളെ പോകുന്നു. അതേ, അങ്ങനെ കുറേ leave ഇട്ടിട്ടാണ്. മുക്ക ലീവ് ഇട്ടില്ല പറയാ. ഇല്ല എന്നിട്ട് മുഫ്കാറിനാ പിന്നെ നമുക്ക് ഫുട്ബോൾ ചാനലിട്ട് പോയി. സത്യം പറയാം ഞാൻ ജിമ്മിൽ പോയി ഒരു മാസം പോയി. ഇത് കണക്ക് മതി. ഇല്ല പിന്നെ ഞാനും മുഫിന്റെ പേരെ കുറച്ച് പോയി. നമ്മ ട്രൂത്ത് ഞാൻ നോക്കുന്ന ജിമ്മിൽ പോയിട്ട് മുഫിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് നല്ല കുട്ടിയാ. ഞാൻ ഒരു മാസം പോയിട്ടില്ലേ. ഒരു മാസം ഒരാഴ്ച പോയിട്ടില്ല. ഒരു മാസം പോയി. പക്ഷെ അതിന്റെ കുറെ അപ്പൊ ട്രൂത്തില് അപ്പൊ അടുത്തത് മെഹബി ഇവിടെ കഴിയാനായ അടുത്ത തന്നെ കുട്ടിയുണ്ട്. അടിപൊളി ഡയറക്ടർ ഐഡന്റിഫൈ പൗഡർ 3 of 5 എന്നുവെച്ചാല് മസാല പൗഡർ കണ്ടുപിടിക്കലാണ്. അപ്പൊ കുറച്ച് പൗഡർ ഇടക്കും. അതിവൻ മണപ്പിച്ചിട്ട് സ്മെല് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇതൊക്കെ കണ്ടിട്ടുണ്ടേ. കണ്ടിട്ടോ? ഓക്കെ, നമുക്ക് അതിലേക്ക് ഇടാം. സാധനത്തിന്റെ പേര് അപ്പൊ അടുത്തത് കഴിഞ്ഞ വസ്ത്രം കണ്ട അല്ല നമ്മള് കഴിയാനായല്ലേ. കണ്ടിട്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. നിന്നെ വിശ്വസിക്കാൻ കഴിയും. നിന്നെ മാത്രം വിശ്വസിക്കാൻ കഴിയും. കൊടുക്ക് എടുക്കട്ടെ. അപ്പൊ എന്റെ ടാസ്ക് എന്ന് വെച്ചാൽ ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രിങ്ക്, എ കോഫി ഓർ ടീ. ഒരു ചോദ്യം കൊടുക്കാം. സത്യം പറയാനാ. അപ്പം നീ ചോദിക്കണ്ടേ? എനിക്ക് എപ്പെങ്കിലേ എക്സാം പേപ്പറില് ആൻസർ പേപ്പറില് മാർക്ക് കുറഞ്ഞിട്ട് എപ്പം ഉമ്മാനെ കളിക്കാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മാർക്ക് കിട്ടി. എത്ര മാർക്ക് കൂട്ടിയ? എത്ര കിട്ടി? കൂട്ടിട്ടില്ല, ഒരു 5. ഇപ്പൊ 10 5 കിട്ടുന്നെങ്കിൽ പ്ലസ് 5 10 20 അനക്ക് ഫുള്ള് കിട്ടിയ. പക്ഷെ 25 കിട്ടി. ഉസ്താദ് അടുത്ത പൈസ അപ്പൊ ഇവ കിട്ടിനി 5 കിട്ടി. സത്യസന്ധോടെ പറഞ്ഞോണ്ട് അങ്ങനെ ഒരു കളിച്ചു ഇവരെല്ലാം കുഴപ്പി അപ്പൊ അപ്പൊ കണ്ണെല്ലാം കിട്ടി പൗഡേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവരെ കൊണ്ട് സ്മെല് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് 1 2 3 4 5 ഇത് നമ്പർ ഉണ്ട്. 1 2 ഇങ്ങോട്ടോ 1 2 3 4 5. അപ്പൊ ഫസ്റ്റ് ഇതാ പോട്ട് നോക്കി സ്മെല് ചെയ്യണേ. നിന്റെ കയറ്റിക്കല്ലേ ഉള്ളിലേക്ക് പോകും. അല്ല എടുത്തോട്ട് കൈമെടുക്ക്. അല്ലേ മൂക്കിലേക്ക് എന്നെ കയറ്റി കറി. ഏത് കറിയാ നോക്കി?
ഏതെങ്കിലും ഒരു കറി നോക്കി. അപ്പൊ അത് ശരിയാണ്. അടുത്തത് നമ്പർ 2. അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇത് കൊണ്ടു. അടുത്തത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഇത് കേക്കിന്റെ അല്ല 3 പറയണേ. ഓക്കെ, ലാസ്റ്റ് ഓർമ്മ. നമുക്ക് ലാസ്റ്റ് അടുത്തത് നമ്പർ 4. അത് ലാസ്റ്റ് ഇപ്പൊ നിന്റെ മൂക്കിലോ നമുക്ക് കേട്ടില്ല. അപ്പൊ ഇതറിയാ ഇത് മണ്ണൽപ്പൊടി കരിയതോ തീർന്നായാലും അപ്പൊ ഇല്ല. അപ്പൊ നീ നിനക്ക് സംശയം തോന്നിയത് കേക്കിന്റെ കേക്കിന്റെ ഉറപ്പിച്ചാ ഇത് കേക്കിന്റെ ഉറപ്പിച്ചാ ഉറപ്പിച്ചെന്ന് അറിയാം. ഇത് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കാം അല്ലേ? പാവം ചെറുതല്ലേ. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കലക്കിയിട്ടെല്ലാം കുടിക്കും. അപ്പൊ മാമിന്റെ ടാസ്ക് മൂന്നെണ്ണം പറഞ്ഞു. 3 വേണ്ടു. ഇതിപ്പോ 5 3 പറഞ്ഞു. 3 പറഞ്ഞു. ഇതാ ഇത് പറഞ്ഞതാ. കണ്ടോ? അപ്പൊ ഒരു സംഭവം ഞാൻ പറഞ്ഞ നീ ആ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇത് പറഞ്ഞു ഇതെന്നോ പറഞ്ഞെന്നറിയോ? സാമ്പാർ ഓർഡർ. സാമ്പാർ ഓർഡർ ഇതല്ല, ഇതാ. ഇതാണ് സാമ്പാർ ഓർഡർ. മൊത്തം അലങ്കോല ഇതിന്റെ പറഞ്ഞത് അല്ലേ? അല്ലല്ല ഫസ്റ്റ് ഇത് ഇതാണ് നീ മഞ്ഞൾപ്പൊടി കണ്ടിട്ട് 3 പറഞ്ഞു. സാമ്പാർ പൊടി പറഞ്ഞു, അമ്മള് പൊടി പറഞ്ഞു. മാമി പേര് പറഞ്ഞത് ചെറിയ സംഭവം എങ്ങനെ ഭയങ്കര സൈക്കോളജി നോക്കാൻ പോയ തൊട്ടിട്ട്. ഇപ്പൊ ഏതായാലും ടാസ്ക് സൂപ്പറായിട്ട് ഇത് ഞാൻ നോക്കി വെച്ചിട്ട് കോഫി കോഫി രാത്രി ഞാനോ കോഫി ഉണ്ടാക്കി നല്ല ഒരു ടീ ആയിരിക്കും. ഇങ്ങനെ കമ്മച്ച് കോഫിയിൽ കുറച്ച് ഉപ്പ് ആക്കി കൊടുക്കാൻ ടീ വേണം. ടീ ഓക്കെ. രാത്രി ആയിക്കൊണ്ട് ഞാൻ കോഫി വേണ്ടത് അല്ലെങ്കിൽ മുസ്ലിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അപ്പൊ ടീ ആക്കി വേണോ? 2 കൂടി ചോദിച്ചാ തരില്ലേ? അപ്പോ മുഫ്ലി നമ്മളെ സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കണ്ടിട്ട് കള്ളക്കരുതി കളിച്ചല്ലേ സത്യം ഒന്ന് കാണില്ല. മാമിനെ കുറച്ച് താവും മതി അങ്ങോട്ട് കാണുന്നുണ്ടാ? ഇതെത്ര? ഇത് ചുണ്ടപ്പല്ല കണ്ടക്കല്ലേ? കണ്ടാ മതി.
കാണുന്നുണ്ടാ? കണ്ടു. ഓക്കെ മുഫ്ലി ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അടുത്തത് അഫു, സത്യസന്ധനായ അഫു. കണ്ണൂട്ടി ഓക്കെ. ഒരു ഡയലോഗ് നിന്നിലാണ് എനിക്ക് പ്രതീക്ഷ. തെയ്യത്തെ സിംഗേഴ്സ് സോങ് ഭയങ്കര പാട്ടുകൾ തന്നെ അറിയില്ല. പാടിക്കോ, ഏത് പാട്ടാ പാടും? ഒരു ഹിന്ദി പാട്ട്. ഹിന്ദി പാട്ട്, ഹിന്ദി സോങ് പാടും. അത് വേണം. ഹിന്ദി സോങ് വേണം. ഹിന്ദി പാട്ട് ഹിന്ദി സോങ് മതി. നമ്മളിഷ്ടം പോലെ അല്ലേ? ഡയറി നമ്മൾ തരുന്ന ഒരു ഹിന്ദി പാടും. ഹിന്ദി ഞാൻ പറഞ്ഞ മറ്റേ ഹിന്ദി കടലാസ് തേമില്ലേ? വേണ്ട വേണ്ട, കടലാസ് തേമില്ലേ? ഏതാ അറിയുന്ന ഹിന്ദി പാട്ട്? അത് മൊത്തം പറയണം. ഒരുപാട് തെറ്റിയ പിന്നെ ആദ്യം പാട്ടുണ്ട്. मेरा बेबसी में मेरा हर खुशी में मेरे तेरे नाम पुकारा, मैं रहीम तो मैं करीम तो मेरे तेरे नाम पुकारा, मौला तेरे सिवा मेरा कौन है यहाँ, मेरी रहमत का तालिब ने सामान सारा जहां मेरा बेबसी में मेरा हर खुशी में मेरा तेरे नाम पुकारा, रहीम तो ना इवेंटो अല്ല ഇക്കാക്കത പറഞ്ഞില്ല मैं हरीम तो मैं हरीम ഹിന്ദി പാടാൻ ഇഷ്ടപ്പെട്ട ഇത് ചിന്ത ഒന്ന് പഠിക്കണം. എന്താണ് ദേശഭക്തി ഞാനിപ്പോ പാടുന്നുണ്ട്. ഇപ്പൊ പാടുന്നില്ല. ഇന്നാട്ടാവോ ദേശങ്ങൾ തേടി അലഞ്ഞവർ പുണ്യ സഹാബ, നേരിൽ ദൈവം തെളിയിച്ചു നടന്നവർ പുണ്യ സഹാബ, സൂര്യനുദിക്കാൻ ദിക്കുകൾ നേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാൻ പൊലിവാർ, സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാൻ പൊലിവാർ, ദേശങ്ങൾ തേടി അലഞ്ഞവരുള്ളവർ പുണ്യ സഹാബ, നേരിൽ ദൈവം തെളിയിച്ചു നടന്നവർ പുണ്യ സഹാബ. ഇച്ചു നടന്നവർന്നല്ലേ അപ്പൊ പാട്ടെങ്ങനെയുണ്ട്? പാട്ട് മോശമില്ല, അടിപൊളി. അപ്പൊ അടുത്ത ഇനി ഓർമ്മന്നല്ലേ കുറച്ചേരും. അപ്പൊ അടുത്ത മുഫ്ലി നമുക്ക് ചെയ്യാനായിട്ടില്ലേ? അടുത്ത മുഫ്ലി പഠിക്കോ പഠിക്കാൻ എടുത്തോ ഇത്രേ. അപ്പൊ തേനി സിംഗേഴ്സോണാ ഇത് കണ്ടിട്ടില്ല. മുഫ്ലിക്ക് ഡയറന്നെ കിട്ടും. ഒന്ന് മനസ്സിലാണില്ല. BITETHECHI ചില്ലി. അപ്പോ നല്ല പച്ചമുളക് നീ അടിക്കുന്ന നമുക്ക് എത്ര മുളക് കൊടുക്കണ്ടേ? എത്ര മണി? ഒറ്റൊന്ന് 3 പീസാക്കണം. അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം. വെള്ളം തരൂലേ? കഴുകി ടാസ്ക് കഴിഞ്ഞ ശേഷം അതായത് 10 സെക്കൻഡാണ് മുറിച്ച് കളയാന്. അത് അത്രയും കൂടി 3 പീസ്. 3 പീസ്. 1 2 ആയി.
3 ദിവസം വെള്ളം കുടിക്കാൻ പറ്റില്ല 10 സെക്കൻഡ് വരെ അകത്ത് നിൽക്കണം. ഓക്കെ ഇതൊക്കെ എത്ര കണ്ടു മാബി ആയാ പണി വാങ്ങും. ഇല്ലടാ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അപ്പൊ എല്ലാം പറ്റില്ല എന്താണത് എന്ത് സാധനം അപ്പൊ ആൾക്കാർ അത്രക്കത് തടിയൊന്നുമില്ല, എന്നാലും ചെറിയ തടിയില്ല. അപ്പൊ ടൈം സ്റ്റാർട്ട്സ് നൗ. 7 3 4 5 6 7 8 10 എന്നാ കുറിച്ചല്ലേ അങ്ങനെ രണ്ടോടെ അടുക്ക യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ മുഫിന് 3 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. വെള്ളം വേണം. അപ്പൊ നമുക്ക് മുഫിൽ എത്ര പേര് നിൽക്കും നോക്കാം. അപ്പൊ 3 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതാണ് മാറ്റി, ഇതാണ് മാറ്റി. ഇറക്കിയിരിക്കുന്നില്ല. പിന്നെ അടുത്ത ടാസ്ക് വെള്ളം കുടിക്കട്ടെ വേണ്ട. ഓക്കെ അനക്ക് പ്രശ്നമൊന്നുമില്ല. വെള്ളം കുടിച്ചേ എഴുതുന്നുണ്ടാ സത്യം പറ. ഇത് കൊറേ കണ്ട കണ്ടല്ലേ തുണിച്ചതാ വളർന്നില്ല. ഞാൻ വെള്ളം പാനൊക്കെ വേണ്ട. പിന്നെ നമ്മളെ കുഞ്ഞനുജൻ കേട്ടോ 2 എണ്ണം ഇനി വെറും 2 എണ്ണേ ഇല്ലു. നമുക്ക് നോക്കാം. ഇവനും രണ്ടത് സമാധാനമായി എടുക്കാൻ കണ്ടുകൊണ്ടൊന്നും വേണ്ട. ലാസ്റ്റ് ഡ്രിങ്ക് 3 glasses of water in 25 seconds. വെള്ളം കുടിച്ച് ഇപ്പൊ ഇത് മനസ്സിലാവും എത്ര കുടിക്കലുണ്ട്. 25 സെക്കൻഡ് ഒരു ഇവർക്ക് 30 സെക്കൻഡ് കൊടുക്കാം. 30 സെക്കൻഡ് 3 ഗ്ലാസ് വെള്ളം നോക്കാം. അപ്പൊ ഈ ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്തിട്ട് ഭയങ്കര ആവേശമാണ്. വെള്ളം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞ് ഗ്ലാസ്സിലാണ് വെച്ചിട്ടുള്ളത്. 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡ് 3 ഗ്ലാസ് വെള്ളം കുടിക്കണം. കൂട്ടിട്ട് 3 ഗ്ലാസ് കുടിച്ചു. 30 സെക്കൻഡ് കുറെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പുട്ട് അപ്പ്. ഇവര് 10 സെക്കൻഡ് വേഗടി. ചെറിയ സെക്കൻഡ് വ്യത്യാസത്തില് മാബി ഈ മത്സരത്തില് ജയിച്ചു. അപ്പൊ ലാസ്റ്റ് സെക്ഷനാണ്. എന്താ നോക്കാം നമുക്ക്. വെള്ളം കുടിച്ചിട്ട് നല്ല ടാസ്കാണ്. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടികെട്ട്. നോക്കട്ടെ. പത്തനാപുരത്തെ പട്ടരുടെ പട്ട് 1 മിനിറ്റിനുള്ളിൽ 5 പ്രാവശ്യം. പത്തനാപുരത്തെ പട്ടരുടെ പട്ട് നോക്കിയിട്ടില്ല. അല്ല നോക്കണ്ട്. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടി കെട്ടു. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ, അതായത് പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടി. 10 കെട്ട് പട്ട്
10 കെട്ട് പട്ടി sorry, പട്ടി. 8 കെട്ട് പട്ടി കെട്ടു. ഓക്കെ, അപ്പൊ ഒരു മിനിറ്റ് അല്ലേ? എടാ 10 പട്ടല്ല, 10 8 കെട്ട് അല്ല പട്ടിൽ 10 കെട്ട് 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടി പട്ടി കെട്ട് 10 8. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പത്തനാപുരത്തെ പട്ടരുടെ ഇതിന് കഥ പറയും. എല്ലാം ഒന്ന് വായിക്കാം, ഒന്ന് വായിക്കാം. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടി കെട്ടു. അതാണ് പറഞ്ഞേ. പത്തനാപുരത്തെ പട്ടുകടയിലെ പത്തനാപുരത്തെ പട്ടരുടെ പട്ടികടയിലെ പട്ടിൽ പട്ടിൽ ലാസ്റ്റ് വെച്ചു. സ്പീഡ് പറഞ്ഞ പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടിൽ 8 10 കെട്ട് പട്ടില് അതില് 8 കെട്ട് പട്ടി കെട്ട് 10 കെട്ടുണ്ട് അതിൽ 8 കെട്ട് പട്ടി കെട്ടു. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ടിൽ 10 പത്തനാപുരത്തെ പട്ടരുടെ പത്തനാപുരത്തെ പട്ടരുടെ പട്ടിൽ ഇതെന്താ നമ്മ 5 പ്രാവശ്യം കട്ടാക്കി 3 പ്രാവശ്യം നിന്റെ വേദനീയമായ മുഖം പിന്നെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ 3 പ്രാവശ്യം. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടി കെട്ടു. ഓ വണ്ടർഫുൾ. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ ഒന്നുകൂടി. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ടിൽ 8 കെട്ട് പട്ടി കെട്ടു. ഇതാണ് മുഫ്ലിക്ക കിട്ടേണ്ടിരുന്നു. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ പത്തനാപുരത്തെ പട്ടരുടെ സ്ഫുടം പത്തനാപുരത്തെ പട്ടരുടെ ഇല്ല ഞാൻ നോക്കി. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടി കെട്ടു. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് 10 കെട്ടിൽ 10 കെട്ട് അത് 8 കെട്ട് പട്ടി കെട്ടു. 10 കെട്ട് പട്ടി 8 കെട്ട് പട്ടി കെട്ടു. ഓക്കെ, ഇതെന്താ ഇത് ലാസ്റ്റാണ്. ഓക്കെ. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ പട്ടിൽ 8 പട്ടി കെട്ടു. പട്ടിലല്ല 10 കെട്ടില്ല 10 കെട്ട് പട്ട് 10 കെട്ട് വേണ്ടല്ലോ. ലാസ്റ്റ് ഒന്നും കൂടി കൊടുക്കാൻ പറ്റും. പത്തനാപുരത്തെ പട്ടരുടെ ബാക്കി പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടി കെട്ടു. അടിപൊളി. അങ്ങനെ പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ പട്ടത്തുകടയിലെ പത്തനാപുരത്തെ പട്ടരുടെ പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ടിൽ 10 കെട്ട് പട്ടിൽ 8 കെട്ട് പട്ടി കെട്ടു. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് 8 കെട്ട് പട്ടി കെട്ടു. അപ്പൊ മൂന്നെണ്ണ എങ്ങനെയോ ആയി. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയില് 10 കെട്ടിൽ 10 കെട്ട ഇതില്ല. പത്തനാപുരത്തെ പട്ടരുടെ 10 കെട്ട് പട്ടിൽ 8 പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ സംശയം. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് 8 തെറ്റിച്ച്. പത്തനാപുരത്തെ പട്ടരുടെ പട്ടുകടയിലെ 10 കെട്ട് 8 അപ്പൊ ടാസ്ക് പൂർത്തി. എത്രയോ സമയം ഇതിനെ കൊണ്ട് ഇത് ലാസ്റ്റ് അപ്പൊ
അപ്പൊ എന്താ ഇപ്പൊ നമ്മളെ ഇത് നിർത്താൻ ട്രൂത്തോടെയാണ് നിർത്താം. ഓക്കെ. അപ്പൊ ഇതിലാണ് വിന്നറാ? വിന്നർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് ഞാൻ അങ്ങനെ പറയാൻ പറ്റും. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ഡയറി ഇട്ടത് എനിക്ക്, ഏറ്റവും വിഷമം ഇല്ല ഡയറി ഇട്ടത് എനിക്ക്. പിന്നെ പുഷപ്പെടുത്ത് ജയിച്ചിനെ ജയിക്കുന്ന പണിയെടുക്കുക ജയിച്ചത് അതിനോട് അടുപ്പിച്ച തീം മോള് കടിക്കല്. പക്ഷെ ഞാൻ അങ്ങനെ ഏറ്റെടുക്കുന്നില്ല, നിങ്ങൾക്ക് വിട്ടാന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വയസ്സ് മാറും കൊടുക്കും. കാരണം ചെറുതായിട്ട് ഒന്ന് 3 ഗ്ലാസ് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് സാമ്പാർ മാസ്റ്റർ ഷെഫ് ഇങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് സാമ്പാർ ഇങ്ങനെ സാമ്പാർ കേട്ടില്ല. അപ്പൊ സാമ്പാർ കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാം കൊണ്ടും അവിടെ സമ്മാനം. അപ്പൊ നമ്മുടെ ഇതിടെ കഴിഞ്ഞിരിക്കാണ്. ഇപ്പോ ട്രൂത്തോടെ നമ്മളെ കുറെ ഫ്രണ്ട്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇഷ്ടമായി നേരിടുന്നു, നമ്മുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ വീണ്ടും ഇതേപോലത്തെ എപ്പിസോഡ് പിന്നെ ഇനിയും എപ്പിസോഡ് ഉണ്ട്. അപ്പോ ഇതൊരു സാമ്പിൾ പഠിക്കട്ടെ. തൃശ്ശൂർ പോയും കാണാൻ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം, എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങളെ എന്തെങ്കിലും ഈ എപ്പിസോഡായിട്ട് ഈ എപ്പിസോഡിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, എന്തെങ്കിലും മാറ്റം വരുത്തണോ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകം ഓർമ്മിക്കണം. അപ്പൊ